അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമുക്ക് വെബ് സീരീസിനൊക്കെ കിട്ടുന്ന ഒരു ഫീഡ്ബാക്കാണ് കിട്ടുന്നത്. നെക്സ്റ്റ് വീഡിയോ എപ്പോഴാണ് അല്ലെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്റർ എപ്പോഴാണ് ഇറങ്ങണമെന്ന്. സോ ഹിയർ ഇറ്റ് ഈസ് ആൻഡ് താങ്ക്സ് ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് കീപ് സപ്പോർട്ടിങ്. പിന്നെ ഈ വീഡിയോ പറ്റുന്നതും നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്ത എല്ലാ സ്റ്റുഡൻസിനെ എത്തിക്കാൻ വേണ്ടി നോക്കുക, കാരണം അവർ വളരെ വലിയൊരു ഉപകാരമായി തീരും അവർക്ക്. സോ ലെറ്റ്സ് കണ്ടിന്യൂ. ശവയാത്ര ബൈ ഓം പ്രകാശ് വാൽമീകി. ഇത് വളരെ ഒരു ഡീപ്പായിട്ടുള്ള സ്റ്റോറിയാണ്. ഞാനത് മാക്സിമം ഒരു ഓഡിയോ ബുക്ക് മാതിരിയാണ് ഇതിൻ്റെ ഒരു സംഭവം ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും. ശവയാത്ര സ്റ്റോറിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ഒരു ബൽഹാർ എന്ന് പറഞ്ഞൊരു കാസ്റ്റിൽപ്പെട്ട ആൾക്കാരാണ്. ഇതിൽ രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരാണുള്ളത്, ബൽഹാർസ് ആൻഡ് ചമാർസ്. ഇവർ രണ്ടുപേരും ബാക്ക്വേർഡ് കാസ്റ്റിൽ പെടുന്നതാണ്. ഈ രണ്ടെണ്ണം എന്താണ് ഏറ്റവും ബാക്ക്വേർഡ് കാസ്റ്റുകളാണ്, ഒന്ന് ചമാറും ഒന്ന് ബൽഹാർ. ഈ ബൽഹാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോവസ്റ്റ് കാറ്റഗറിയാണ്, അതായത് അൺടച്ചബിൾസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് ഈ ബൽഹാർ ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചമാറുകളുടെ ഗ്രാമത്തിൽ ഒരു ബൽഹാറിൻ്റെ കുടുംബം താമസിച്ചിരുന്നു. ആ കുടുംബത്തിനെ റിവോൾവ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറി മൊത്തം നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റോറിൻ്റെ ഇൻട്രഡക്ഷൻ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ ലൊക്കേഷൻ പറഞ്ഞുതരാണ്. അതായത് അവർ ചമാറുകളെ ഒരു വില്ലേജ് ഉണ്ട്, ആ വില്ലേജിൻ്റെ അകത്ത് ബൽഹാറുകൾ താമസിക്കുന്നുണ്ട്. അതായത് ഒരു കുടുംബം മാത്രമാണ്, ഒരു വീട് മാത്രം. ഇവർ ഒരു പോണ്ടിൻ്റെ രണ്ട് വശത്തായിട്ടാണ് ഈ ഒരു വില്ലേജും ഇവരൊരു വീടും ഉള്ളത്. അതായത് ഒരു പോണ്ട് ഉണ്ട്, ആ പോണ്ടിൻ്റെ ഒരു ഭാഗത്ത് ചമാറിൻ്റെ വില്ലേജും ഈ ഭാഗത്ത് ഈ ബൽഹാറിൻ്റെ ഒരു വീടുമാണുള്ളത്. അതായത് ചെറ്റക്കുടലാണ് ഈ ബൽഹാറുള്ളത്, ചമാറുകൾ മൊത്തം ഒരു വില്ലേജാണ്. അപ്പോൾ അവർ ഈ ചമാറയുടെ നടുക്ക് താമസിച്ചവർക്ക് ശീലമായി കയറി. അപ്പോൾ ഈ പോണ്ടിൽ വെള്ളം കുറയുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ പോണ്ടിൽ വെള്ളം കയറുമ്പോൾ, മഴക്കാലത്ത് കയറുന്ന നേരത്ത് ഈ ബൽഹാർ കുടുംബവും ഈ ചമാറിൻ്റെ വില്ലേജും തമ്മിലുള്ള കണക്ഷൻ പെട്ടെന്ന് കട്ടാവും. അതായത് അവർ യാതൊരു ബന്ധം ഉണ്ടാവില്ല. അവർക്ക് ആവശ്യമുള്ളപ്പം അവർ ആൾക്കാരെ നിന്നിട്ട് വിളിക്കും. ഈ ചമാറുകൾ മൊത്തം ബൽഹാറുകൾ ഒച്ച വെച്ച് വിളിക്കും. അപ്പോൾ ബൽഹാറുകൾ പോയിട്ട് സഹായിച്ചു കൊടുക്കാനാണ് പൊതുവേ. അപ്പോൾ ഈ ബൽഹാറിൻ്റെ കുടുംബത്തിലൊരു വയസ്സായിട്ടുള്ളൊരു ക്യാരക്ടറാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. അവരുടെ പേരാണ് സുർജ. ഈ സുർജ എന്ന് പറഞ്ഞ ആൾ ഒരു വയസ്സായിട്ടുള്ള ആളാണ്. അയാൾക്കൊരു മോളും ഒരു മോനും ഉണ്ട്. അപ്പോൾ ഈ മോള് കല്യാണം കഴിച്ചതാണ്, ഭർത്താവ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇവിടെ വീട്ടിൽ വന്നിട്ട് താമസിക്കാൻ തുടങ്ങിയതാണ്. അതേമാതിരി സുർജയുടെ വൈഫ് ഓൾറെഡി മരിച്ചതാണ്. പിന്നെ ഇയാൾക്കൊരു മോനുണ്ട്. ഈ മോൻ എന്ന് പറയുന്നത് 10-12 വയസ്സാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ്. ഓടിപ്പോയതിനു ശേഷം അവനിപ്പോൾ റെയിൽവേയിൽ പണിയെടുക്കുകയാണ്. അവൻ്റെ പേരാണ് കല്ലു. കല്ലു എന്ന് തന്നെ പേരിട്ടിട്ട് ഇവൻ റെയിൽവേയിൽ പോയി പണിക്കെടുത്ത് അവനെ പഠിക്കാൻ താല്പര്യം വന്ന് പഠിച്ചതിന് ശേഷം റെയിൽവേൻ്റെ അകത്ത് അവൻ ഫിറ്ററാവും. അവൻ ഫിറ്ററായിട്ട് റെയിൽവേൻ്റെ അകത്ത് പണിയെടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ പേര് ചേഞ്ച് കല്ലു എന്നുള്ളത് കല്ലൻ മാറ്റും. അങ്ങനെ അയാൾ ഈ റെയിൽവേയിൽ കുറേ പണിയൊക്കെ കിട്ടിയതിന് ശേഷം ഈ കുറച്ച് കാശ് സമ്പാദിച്ചപ്പോഴാണ് ഈ സന്തോ എന്നാണ് സുർജയുടെ മോളെ പേര്. അതായത് ഈ വീടോടായിട്ടുള്ള പെണ്ണിൻ്റെ പേരാണ് സന്തോ. ഈ കല്ലു ആയിരുന്നു നമ്മുടെ സന്തോൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും ഹാൻഡിൽ ചെയ്തിരുന്നത്. അവൻ റെയിൽവേയിൽ പണി ചെയ്തതിനെ കൊണ്ട് അവൻ്റെ അടുത്ത് മാത്രമല്ല അതിനുള്ള കാശുണ്ടായിരുന്നത്. അതിനുശേഷം അവൻ, അതായത് കല്ലൻ തന്നെ റെയിൽവേൻ്റെ അകത്ത് ഒരാളെ മകളെ കല്യാണം കഴിക്കും. അയാളെന്ന് വെച്ചാൽ അയാൾ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെക്കൊണ്ട് അയാളെ മോളെ കല്യാണം കഴിക്കും. അയാളെ മോളെന്ന് പറഞ്ഞാലും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ ഇവർ കല്യാണം കഴിച്ച് ഒരു കുടുംബമായതിനു ശേഷം ഇവരിടയ്ക്ക് ഈ വില്ലേജിൽ വിസിറ്റ് ചെയ്യും. അതായത് ഈ ചമാരയുടെ വില്ലേജിൽ ആണല്ലോ ഇവരെ വീടുള്ളത്. അപ്പം അവരിടയ്ക്ക് വിസിറ്റ് ചെയ്യും. അപ്പോൾ റെയിൽവേൻ്റെ അകത്ത് നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിച്ച്, ഒബ്വിയസ്ലി ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വൈഫൊക്കെ ഉള്ള, അപ്പം കല്ലൻ്റെ സ്വഭാവം ഒബ്വിയസ്ലി കുറച്ച് അപ്ഗ്രേഡ് ആയിട്ടുണ്ടാവും. അവൻ അതായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവനിടയ്ക്ക് വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലേജിൽ വരുമ്പോൾ ഈ ചമാറുകൾ മൊത്തം അവൻ എങ്ങനെയായാലും ഈ കല്ലൻ നല്ല വിളിക്കുക. അവൻ അപ്പോഴും കല്ലു ബൽഹാർ എന്ന് തന്നെയാണ് വിളിക്കുക. അതായത് അവനെ അപ്പോഴും താത്തി കെട്ടിയിട്ടാണ് പറയുക. അവനൊരു ബൽഹാറാണ്, അവന് വലിയ വ്യത്യാസമൊന്നും വന്നില്ല. കുറച്ച് ജോബ് കിട്ടിയെന്നല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവനെ കല്ലു ബൽഹാരം തന്നെയാണ് വിളിക്കൽ. പിന്നെ അതേമാതിരി തന്നെ അവന് റെയിൽവേയിൽ ജോലി ഉള്ളതായിട്ട് അവർക്ക് ഒരു എഫക്റ്റ് ഇല്ല. അവനൊരു ബൽഹാർ മാത്രമാണെന്നുള്ളൊരു വില മാത്രമാണ് ഇവൻ ഈ നാട്ടിൽ വരുമ്പോൾ മൊത്തം അവന് കിട്ടുന്നത്. കുറച്ച് കാലം ഇങ്ങനെ വിസിറ്റ് ചെയ്യും, പോകും. അതിനുശേഷം ഒരു ദിവസം സീരിയസ് ആയിട്ട് വന്ന് വിസിറ്റ് ചെയ്ത് എൻ്റെ അച്ഛനോട്, സുർജാനോട് സംസാരിക്കും. നിങ്ങൾക്ക് ഈ വീട് വിട്ട് പോയിക്കൂടെ? ഇവിടെ നമുക്ക് നാട്ടിലൊരു വാല്യൂ നിലയൊന്നും ഇല്ലാത്തതല്ല. നമുക്ക് റെയിൽവേൻ്റെ ക്വാർട്ടേഴ്സിൽ പോയിട്ട് താമസിക്കാം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാം. അവിടെ ആകുമ്പോൾ അത്യാവശ്യം നമുക്കൊരു റെസ്പെക്റ്റെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് സുർജേൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. പക്ഷേ സുർജ അത് കേൾക്കുന്നതിന് ശേഷം റെസ്പോണ്ട് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഞാനിപ്പോൾ എന്തിനാണ് നിൻ്റെ കൂടെ വരേണ്ട ആവശ്യം? എനിക്ക് ഇത്ര എന്നെ പറ്റിയിട്ട് ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഒരു വീട് ഉണ്ടാക്കിയാൽ പോലെ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ കല്ലൻ കുറച്ച് ദേഷ്യം പിടിച്ച് പറയും, എന്താണ് ഈ നാട്ടിൽ നിന്നിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്? ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള ചില്ലറ കാശ് മുടക്കിയിട്ട് ഞാനിവിടെ ഒരു വീട് ഉണ്ടാക്കി പണിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഞാനിവിടെ നിൽക്കും, നിങ്ങളെ മരണശേഷം ഞാൻ പിന്നെ കൂടെ തിരിച്ച് വരാൻ എന്തായാലും പോകുന്നില്ല. പിന്നെ സന്തോനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോകും, അവർ ഞങ്ങളുടെ കൂടെ താമസിച്ചോളും. അപ്പോൾ ഈ വീട് ഇവിടെ ഉണ്ടാക്കേണ്ട ഒരു അർത്ഥമില്ലല്ലോ എന്ന് പറയും. ഇത് കേട്ട പാടന്നെ നമ്മുടെ സുർജയ്ക്ക് ദേഷ്യം പിടിക്കും. സുർജ ദേഷ്യം പിടിച്ചിട്ട് അത്യാവശ്യം തെറിയൊക്കെ വിളിച്ചിട്ട് പറയാൻ തുടങ്ങും, ശരി നീ ഞാൻ ചാവാൻ കാത്തു നിൽക്കാല്ലേ, എന്തിന് കാത്തു നിൽക്കണം? നീ ഇപ്പം തന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോ അവളെ. ഞാനിവിടെ ഒറ്റയ്ക്ക് എങ്ങനെയൊക്കെ താമസിച്ച് പോയിക്കോളൂ, എനിക്ക് നിൻ്റെ പൈസേൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എൻ്റെ മുന്നിൽ നീ ഈ പൈസേൻ്റെ വില കാണിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കരുത്. നിൻ്റെ പൈസ ഒന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് ഇവിടെ ജീവിച്ച് പോകാം. നീ ഇവളെയും കൂട്ടി പോയിക്കോ, നീ പോയി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് എൻ്റെ ആൻസസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ താമസിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ തന്നെ താമസിക്കാനും മരിക്കാനൊക്കെ പോകുന്നുള്ളൂ. നീ എന്നെ പറ്റി ചിന്തിക്കാൻ വേണ്ടി, എനിക്ക് ഇവിടെ മാത്രമാണ് പേടിയുള്ളത്. അപ്പം നീ അവളെ കൂട്ടി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കച്ചറയ്ക്കും. അപ്പോൾ പിന്നെ കല്ലനോട് സുർജ പറയും, നീ 10-12 വയസ്സിൽ അങ്ങനെ ഓടിപ്പോയ ചെറുക്കനാണ്. നീ പോയതിന് ശേഷം നീ ജീവനോടെ ഉണ്ടോയെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ട്, നിൻ്റെ പൈസ ഇല്ലാണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഇവളെ കൂട്ടിക്കൊണ്ടുപോയിക്കോ. അങ്ങനെ മഹാകച്ചറായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും
ഈ കല്ലൻ്റെ വൈഫ് പറയും നിങ്ങൾ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി, കാരണം ഇവിടെ വീടുണ്ടാക്കിയിട്ട് ഒരു സ്കോപ്പും ഇല്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്ന് പറയും. അങ്ങനെ പറയുന്ന നേരത്ത് അവൻ കല്ലനൊന്നും മിണ്ടൂല, കാരണം ഈ പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് ചാടി കയറാനേ പോകുന്നുള്ളൂ എന്നുള്ളൊരു ലെവലിൽ നിൽക്കും. അങ്ങനെയുള്ളപ്പോൾ അവൻ നെക്സ്റ്റ് മോർണിംഗ് ഇവിടെ നിന്ന് പോകും, അതായത് റെയിൽവേ കോളനിയിലേക്ക് തന്നെ പിന്നെയും തിരിച്ചു പോകും. പിന്നെ അടുത്ത മോർണിംഗ് നെക്സ്റ്റ് മോർണിംഗ് അവൻ പിന്നെയും തിരിച്ചു വരും, കയ്യിൽ കുറച്ച് കാശ് സമ്പാദിച്ചിട്ട്. കല്ലൻ വന്നിട്ട് സുർജനോട് സംസാരിക്കും, നിങ്ങൾ വേഗം പോയിട്ട് ഒരു മേസ്ത്രീനെ കണ്ടുപിടിക്കാൻ നോക്കി, ഈ വീടിന് കല്ലൊക്കെ ഇപ്പോൾ ഇറക്കിക്കോളും. അപ്പോൾ ഇത് കേട്ട പാടന്നെ ഇത് സുർജയ്ക്ക് ഭയങ്കര സന്തോഷവും, കല്ലിറക്കാനോ, അപ്പോൾ വീട് ശരിക്കും ഉണ്ടാവാൻ പോകണം, ഇതിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് അവൻ ഓടിപ്പാഞ്ഞ് നടക്കും. അവൻ തിരക്കിട്ട് പോകും ഏത് മേസ്ത്രീനെ തരാൻ വേണ്ടിയിട്ട്, എനിക്ക് എങ്ങനെയെങ്കിലും വീട് ഉണ്ടാക്കണം എന്നുള്ള ധൈര്യത്തിൽ. അപ്പം ആ ഒരു ഉഷാറിൽ മൂപ്പർ അങ്ങോട്ട് മേസ്ത്രീനെ തരാൻ വേണ്ടി ചമാരയുടെ ഗ്രാമത്തിൽ പോകും, കാരണം ഇവരൊറ്റയ്ക്കാണല്ലോ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും ചമാറിൻ്റെ ഹെൽപ്പ് വേണം. അപ്പോൾ ചമാറിൻ്റെ അടുത്ത് മൊത്തം വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മേസൺ ഉണ്ട്, അതായത് മേസ്ത്രീൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കും ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ആദ്യം നേരെ പോകുന്നത് ഒരു കോൺട്രാക്ടറിൻ്റെ അടുത്താണ്. അപ്പോൾ കോൺട്രാക്ടറുടെ അടുത്ത് പോയിട്ട് സംസാരിക്കും, ഇങ്ങനെയാണ് സംഭവം, എനിക്ക് വീട് ഉണ്ടാക്കണം എന്നൊക്കെ. അപ്പോൾ ഈ കോൺട്രാക്ടർ ഒന്ന് അയാളൊന്ന് മേലെ ഒന്ന് താഴെ വരെ നോക്കിയിട്ട് പറയും, മര്യാദയ്ക്ക് ഒരു വസ്ത്രം പോലും ധരിക്കാനില്ല, എന്നിട്ട് അവന് വീടുണ്ടാക്കണം, ഒന്ന് പോയാൽ എനിക്ക് നേരമില്ല, നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ആ കോൺട്രാക്ടർ അവിടെ നിന്ന് വല്ല മുങ്ങും. അപ്പോൾ അത് കേട്ട് നിരാശനായിട്ട് നിൽക്കാതെ അയാൾ എന്ത് ചെയ്തു, സാരമില്ല, ഇയാൾക്കല്ലേ വരാൻ പറ്റാത്തുള്ളൂ, ഈ പണി എടുക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അവരോട് പോയി സംസാരിക്കാമെന്ന് വെച്ചിട്ട് ഈ കല്ല് വെച്ചുണ്ടാക്കുന്ന ആളെടുത്ത് പോയിട്ട് സംസാരിക്കും. അതായത് വീട് വെച്ചുണ്ടാക്കാൻ അയാൾ അധ്വാനിക്കുന്ന ആൾക്കാരുടെ പോയി ചോദിച്ചു, ഈ കോൺട്രാക്ടർമാരൊക്കെ പോട്ടെ, നമുക്ക് ഡയറക്റ്റ് ചെയ്യാം, ഈ വർക്കേഴ്സിനോട് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മേസ്ത്രീൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കും, ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ മേസ്ത്രിനോട് ഇങ്ങനെ പറയുമ്പോൾ മേസ്ത്രി പറയും, ഓക്കെ റെഡി, ഞാൻ വന്ന് നോക്കാം, നാളെ നമുക്ക് എന്താ സ്ഥിതി നോക്കിയിട്ട് പ്രൊസീഡ് ചെയ്യാം, പക്ഷേ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പൈസ വാങ്ങുമെന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് സുർജ അവിടെ നിന്ന് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഏതായാലും ആ മേസ്ത്രി വരും എന്നുള്ള ഒരു സന്തോഷത്തിൽ മൂപ്പര് വേഗം തിരിച്ചു വരും. ഗ്രാമത്തിൽ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അവൻ കാണുന്നത് ട്രക്ക് നിറച്ചും കുറേ ബ്രിക്സ് വന്നിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ചോപ്പ് ബ്രിക്സ് ഒക്കെ കണ്ടപ്പോൾ അവൻ്റെ മൊത്തം ക്ഷീണം മറന്നു പോകും. അവൻ അവിടെ വരെ നടന്നു പോയി, ഇയാളൊക്കെ വയത്താലും നടന്നു വന്നാൽ ക്ഷീണമേ മറന്നു പോയി. ഇയാൾക്ക് ഈ ചോപ്പ് കളർ ബ്രിക്സ് കണ്ടപ്പോൾ തന്നെ പിന്നെ സന്തോഷം, അങ്ങനെ അയാൾ തുള്ളിച്ചാടാൻ തുടങ്ങും. അങ്ങനെ നോക്കുമ്പോഴാണ് മൊത്തം നാട്ടുകാർ കൂടി നിൽക്കുന്നുണ്ട് ഈ കല്ലിറങ്ങണ കണ്ടിട്ട്. കാരണം അത് ഇവർക്കൊരു അതിശയമാണ്, കാരണം ഈ ബലഹാരയുടെ സൈഡിൽ ഒരു ഇത്രയ്ക്ക് കല്ല് അൺലോഡ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ സ്പെഷ്യലായിട്ട് ബിൽഡ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ കുറച്ച് ആൾക്കാർ ഗ്യാദറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എടുത്ത് നോക്കിയിട്ട് ഇവിടെ എന്താ സംഭവം ചോദിക്കുമ്പോൾ എല്ലാം ഞങ്ങൾ കല്ലിറക്കണം നോക്കി നിന്നാണെന്ന് നാട്ടുകാർ മൊത്തം പറയും. അപ്പോൾ ഈ നാട്ടുകാരെ നടുക്ക് നമ്മുടെ ഗ്രാമത്തിൻ്റെ അകത്ത് പല പഞ്ചായത്തുകളും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു ലീഡർ അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ലീഡർ ഒന്ന് കുറച്ച് നേരം തിരിച്ചു നോക്കും, എന്നിട്ട് ഈ സുർജനോട് ചോദിക്കും, സുർജ ഈ കല്ല് ആർക്ക് വേണ്ടിയിട്ട് അടിച്ചതാണ്, എന്തിനാണ് ഈ കല്ല് എന്ന് ചോദിക്കും. അപ്പോൾ സുർജ പറയും, ഒന്നുമില്ല, എൻ്റെ മോൻ എനിക്ക് വേണ്ടിയിട്ടൊരു പക്കാ വീട് ഉണ്ടാക്കുകയാണ്. അതായത് ഇതുവരെ ചറ്റക്കുടിയിൽ താമസിച്ച ആൾക്ക് ഇപ്പോൾ ഒരു പക്കാ വീട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഈ ലീഡർ, അതായത് ഈ പഞ്ചായത്തിലുള്ള ഒരു അംഗത്തിന് ഭയങ്കര ജലസി ഫീൽ. അപ്പോൾ ജലസി ഫീലായിട്ട് ചോദിക്കും, നീ ഈ വീട് ഉണ്ടാക്കാനോ, നീയോ ഈ വീട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ നീ ഈ വില്ലേജിൻ്റെ എൽഡറിനോട് പോയിട്ട് സംസാരിച്ചോ, വില്ലേജ് എൽഡറിനോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അത് ചോദിക്കുന്ന സമയത്ത് അവൻ ഒന്ന് ആലോചിക്കും സുർജ, ഞാനിപ്പോൾ എന്തിനാണ് അയാളോട് പറയേണ്ട ആവശ്യം എന്ന് ആലോചിക്കും. എന്നിട്ട് കുറച്ച് ദേഷ്യത്തിൽ ആരും എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നതാണോ എന്നുള്ളൊരു ഫീലിംഗ് വന്നിട്ട് അയാളോട് സംസാരിക്കും, എങ്ങനെ ഇത് ഞാനിപ്പോൾ എന്തിനാണ് വില്ലേജ് എൽഡറിനോട് സംസാരിക്കേണ്ട ആവശ്യം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇയാളൊന്ന് കുറച്ചും കൂടി ചൂടാക്കാൻ വേണ്ടിയിട്ട് ആ മെമ്പർ വന്നിട്ട് പറയും, അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന്. അപ്പോൾ ആ ലീഡർ അവിടെ നിന്ന് പോയതിന് ശേഷം ഇയാൾക്ക് കുറച്ച് ഡൗട്ട് അടിക്കും, പക്ഷേ ഞാൻ പറയണോ, ഇനി പറഞ്ഞില്ലെങ്കിൽ മോശമാണെന്ന് വിചാരിച്ചിട്ട് എന്തായാലും നോക്കാം എന്നുള്ളതിൽ നിൽക്കും. അപ്പോൾ ഈ മറ്റേ പഞ്ചായത്തിലത്തെ ആ ലീഡറിൻ്റെ പേരാണ് രാംജി ലാൽ. ഈ രാംജി ലാലാണ് ഇയാളെ ഭീഷണിപ്പെടുത്തുന്നത്, ഇയാൾ വില്ലേജ് എൽഡറിനോട് സംസാരിച്ചിട്ടില്ലല്ലോ, എന്തിനാണ് ബ്രിക്ക് നീ ഉണ്ടാക്കുന്നത്, നീയാണോ പക്ക വീട് ഉണ്ടാക്കാൻ പോകണമെന്നൊക്കെ സംസാരിച്ചത് ഈ രാംജി ലാലാണ്. അപ്പോൾ ഈ രാംജി ലാൽ നേരെ പോയിട്ട് എന്ത് ചെയ്യും, വില്ലേജിൻ്റെ എൽഡറിൻ്റെ അടുത്തേക്ക് പോകും. ഇതൊക്കെ പറഞ്ഞ് ഇവനോട് പറഞ്ഞ ശേഷം നേരെ വില്ലേജിൻ്റെ എൽഡറിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്ത് പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട് സംഭവം, അസൂയൊക്കെ ചേർത്തിട്ട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ആ ബൽഹാറുകാർ അവിടെ വീടുണ്ടാക്കാൻ പോകുന്നുണ്ട്, ശരിക്കും നമുക്ക് മോശമല്ലേ, നമ്മൾ ചമാറുകളെക്കാട്ടി മുന്നോട്ടാണ് അവർ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഊതി കുറിപ്പിച്ചൊരു ഇഷ്യൂ ആക്കിയിട്ട് നമ്മുടെ വില്ലേജ് എൽഡറിനോട് പറയും. അപ്പോൾ വില്ലേജ് എൽഡർ ഒരു മീശക്കാരനൊക്കെ ആയിട്ട് ഒരു അത്യാവശ്യം വയസ്സുള്ള ഒരാളാണ്. അപ്പോൾ അയാളിങ്ങനെ മീശയൊക്കെ വിരിച്ചിട്ട് കേട്ടിട്ട് തല ആട്ടി കൊടുക്കും, ഓക്കെ ഓക്കെ ഈ പറഞ്ഞതിൽ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരമല്ലേ വശീകരിക്കും ഈ രാംജി ലാൽ. അപ്പോൾ ഈ സംഭവം വില്ലേജ് എൽഡർ കുറച്ച് നേരം ആലോചിക്കും, പറഞ്ഞതൊക്കെ ശരിയാണ്. ഇപ്പോൾ ഈ വില്ലേജ് എൽഡറിൻ്റെ പേരാണ് ബൽറാം സിംഗ്. അപ്പോൾ ഈ ബൽറാം സിംഗ് എന്ത് ചെയ്യും, പെട്ടെന്ന് അവൻ്റെ ആൾക്കാരെ വിളിക്കും, എന്നിട്ട് പറയും, നീ വേഗം പോയിട്ട് ആ സുർജനെ വിളിച്ചോണ്ട് വരും. അപ്പോൾ ഈ സുർജനെ വിളിക്കാൻ വേണ്ടി ഇവർ ആൾക്കാർ ചെല്ലും. സുർജ ഇനിയിപ്പോൾ പോയേ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതിക്ക് ഇയാളെ ആൾക്കാരെ കൂടെ അങ്ങോട്ട് ബൽറാമിൻ്റെ അടുത്തേക്ക് വരും, വില്ലേജ് എൽഡറിൻ്റെ അടുത്തേക്ക്. വില്ലേജ് എൽഡർ ദൂരത്തുനിന്ന് ഇവരെ സുർജനെ കണ്ട ഉടനെ ഓർക്കനെ വിളിച്ച് പറയും, 4 കാശ് സമ്പാദിച്ചപ്പോൾ നീയൊക്കെ നിൻ്റെ വില മറന്നില്ലേ, നീയൊക്കെ നിൻ്റെ സ്ഥാനം മറന്നില്ലേ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ അത് കേട്ടപാട് കുറച്ച് ഷോക്കിൽ നിൽക്കും സൂരജ്, ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇയാൾ തന്നെ എന്നോട് ഇങ്ങനെ ചൂടാണ്, ഞാനിത് തെറ്റാ ചെയ്തെന്നുള്ളത് ആലോചിക്കാൻ തുടങ്ങും. അപ്പോൾ പറയും, നീയൊക്കെ ഇവിടെ ബലഹാറാണ്, നീയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ താമസിക്കുന്നത് തന്നെ ഞങ്ങളെ കരുണാകാരനാണ്, നിങ്ങളവിടെ താമസിക്കുന്നത് ഞങ്ങളെ ആൻസസ്റ്റേഴ്സിൻ്റെ സ്ഥലത്താണ്, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ ജീവിച്ച് പോയി ആർക്കും ഇടങ്ങാറില്ല. ഞങ്ങൾ ഇത്ര നിങ്ങൾക്ക് ഫ്രീഡം തരുന്ന സമയത്ത് ഞങ്ങളെ നെഞ്ഞത്തേക്ക് നിറങ്ങാണോ ചെയ്യുന്നത്, നിങ്ങൾക്ക് വലിയ മാളിക പണിയില്ലടാന്ന് വെച്ചിട്ട് അവനോട് പറയാൻ തുടങ്ങും. അപ്പോൾ ഇവൻ ആകെ അപ്സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് സുഹൃത്ത്, ഇവനെന്താ ഈ വില്ലേജ് എൽഡർ ബൽറാം സിംഗ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഒരു വീടുണ്ടാക്കണത് ഒരു ഇഷ്യൂ ആയി മാറുമോ എന്നുള്ളത് നമ്മുടെ സുർജ ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സുർജനെ ഇയാൾ ഭയങ്കര തെറിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഭയങ്കര ചൂടായിട്ടൊക്കെയാണ് ഈ ബൽറാം വർത്താനം പറയുന്നത്. അപ്പം ഈ ബൽറാം ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സുർജ അങ്ങനെ പാസ്റ്റത്തെ കാര്യങ്ങൾ ആലോചിക്കും.
അതായത് പണ്ട് ഇങ്ങനെയൊക്കെ ഒന്നും അല്ലായിരുന്നല്ലോ എൻ്റെ സ്വഭാവം. അവൻ ഇലക്ഷൻ വരുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഇപ്പോൾ വിളിക്കുന്നത് കണ്ടില്ലേ, സുർജ സുർജ എന്നാണ് വിളിക്കുന്നത്. ഈ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് അവൻ സുർജ ബ്രോ എന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിക്കുക. അതായത് സുർജ അളിയാ നിങ്ങൾ വോട്ടൊക്കെ വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സോപ്പിട്ടിട്ടൊക്കെയാണ് സംസാരിക്കൽ. അതേമാതിരി തന്നെ ഞാൻ ഈ നാടിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് ഈ നാട്ടുകാർ എനിക്ക് തരുന്ന വില കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ തലയിൽ ഇങ്ങനെ കിടന്ന് കരയാൻ തുടങ്ങും. അപ്പോൾ ഈ കറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ ആലോചിക്കുന്നു, പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, കല്ലാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് ആലോചിച്ചിട്ട് അവൻ ഈ ബൽറാമിനോടൊന്നും മിണ്ടാണ്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. ഒന്നും മിണ്ടില്ല, ഒരു റിപ്ലൈ ചെയ്യാതെ മെല്ലെ അങ്ങോട്ട് ഇറങ്ങിപ്പോരും. അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് നേരത്തെ ബൽറാമിന് ഒന്നും കൂടി ചൂടായിട്ട് 4 പേരൊക്കെ വിളിച്ച് പറയും, നീ എങ്ങോട്ടാണ് പാഞ്ഞ് പോകണമെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അവനൊന്നും കേൾക്കാത്ത മാതിരി സുർജ മെല്ലെ വീട്ടിലേക്ക് റിട്ടേൺ ചെയ്തതിനു ശേഷം കല്ലനോട് പറയും, നീ പറഞ്ഞു വന്നത് ഏകദേശം ശരി തന്നെയാണ്, നമുക്ക് ഈ നാട്ടിലൊരു വാല്യൂ പിന്നെ ഒരു ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സുർജ ഈ കല്ലൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും, നീ പറഞ്ഞത് ഏകദേശമൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് വരുമ്പോൾ ഈ കല്ലൻ പറയും, ഇപ്പോഴും സമയമുണ്ട്, കാരണം ഇപ്പോൾ കല്ലൊക്കെ ഇറക്കിയിട്ടുള്ളൂ, വീട് പണിയാനൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ, ഈ കല്ലൊക്കെ ആരെങ്കിലൊക്കെ മേടിച്ചോളൂ, നമുക്ക് എങ്ങനെയെങ്കിലും പിന്നെ ഈ റെയിൽവേയിൽ പോയി നിന്നാൽ പോരെന്ന് ശ്രമിക്കും. അപ്പോൾ സുർജ പറയും, ഇനി എനിക്ക് വാശിയാടാ, ഞാൻ ഇവിടെ തന്നെ വീട് പണി, എന്താ സംഭവിക്കാന്നുള്ളത് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കല്ലൻ്റെ വൈഫ് ഒന്ന് കല്ലനെ നോക്കും, ഇവരെന്താണ് ഉദ്ദേശിച്ച് വരുന്നത്, നമ്മൾ വിചാരിച്ച മാതിരിയല്ലല്ലോ നടക്കുന്നത്. അപ്പോഴാണ് ഒന്നും കൂടി എന്താണ് സുർജ വാശി പിടിച്ചിട്ട്, ഇന്ന് ഞാൻ ഈ വീട് ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് മടങ്ങുള്ളൂ, വീട് ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന നേരത്ത് ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല വിചാരിച്ചിട്ട് കല്ലനും പിന്നൊന്നും പറയാൻ നിൽക്കില്ല. അപ്പോൾ സുർജ അന്ന് രാത്രി മൊത്തം കല്ലിനും ഗാർഡ് ചെയ്തിട്ട് നിൽക്കും, ആരെങ്കിലും വന്നാൽ നമുക്ക് നേരിടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യത്തിൽ ഉറക്കു കഴിഞ്ഞിട്ട് കല്ലിനെ ഗാർഡ് ചെയ്ത് നിൽക്കും. അടുത്ത ദിവസം രാവിലെ ഈ മേസ്ത്രി വരാമെന്ന് പറഞ്ഞ് മേസ്ത്രീൻ്റെ അടുത്ത് പോയി ചോദിച്ചോക്കണം എന്ന് പറഞ്ഞ് മേസ്ത്രീൻ്റെ അടുത്തേക്ക് പിന്നെ നാട്ടിലേക്ക് പോകും. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിന് ഇങ്ങനെ പേടിച്ചും കൊണ്ടാണ്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും, ഞാനിങ്ങനെ എന്താ സംഭവിക്കാമെന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ആരും മൈൻഡും കൂടി ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കല്ലൻ്റെ വൈഫിനെ കൂട്ടിയിട്ടായിരുന്നു അപ്പോൾ വന്നത്. അപ്പം കല്ലൻ്റെ വൈഫ് മാത്രമല്ല, കല്ലൻ്റെ വൈഫിൻ്റെ കൂടെ കല്ലൻ്റെ മോള് സലൂണി ഉണ്ട്, പിന്നെ മോനും ഉണ്ട്, ഒരു ചെറിയ മോൻ. ആ ചെറിയ മോൻ അവരെ അമ്മയുടെ വീട്ടിലാക്കി വന്നതാണ്, അതായത് ഈ കല്ലൻ്റെ ഭാര്യൻ്റെ വീട്ടിലാക്കിയിട്ട് വന്നതാണ്. മോളെ കൂട്ടിയിട്ടാണ് ഇവ വില്ലേജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ഈ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഇവർ കുറച്ച് കാലം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ കണക്കാക്കിയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ സലോനി, അതായത് കല്ലൻ്റെ മോക്ക് ഇവിടെ ഈ വില്ലേജിൽ എത്തിയ പാടനെ ചെറിയൊരു പനി തുടങ്ങും. അപ്പോൾ ഈ പനി തുടങ്ങിയിട്ട് ഈ പനി ഇങ്ങനെ അധികമാക്കുക എന്നല്ലാതെ കുറയുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. അപ്പോൾ ഈ പനി വരുന്നത് കണ്ടിട്ടുണ്ടെന്നുള്ളപ്പം നമ്മുടെ സുർജേൻ്റെ അടുത്തുള്ള കുറച്ച് മെഡിസിനൊക്കെ കൊടുത്തു, കുറച്ച് ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു, ആ ടാബ്ലറ്റ്സ് കൊടുത്തു, പക്ഷേ വലിയ വ്യത്യാസമൊന്നും വന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കല്ലൻ്റെ വൈഫ് പറയും, എങ്ങനെയെങ്കിലും ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ആകെ വില്ലേജിൽ മൊത്തമായിട്ട് ആകെ ഒരു ഡോക്ടറാണ്. അപ്പോൾ വില്ലേജിൻ്റെ ആ ഡോക്ടറുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും പോകേണ്ടത് വിചാരിച്ചിട്ട് പോകും കല്ലൻ. അപ്പോൾ കല്ലൻ പോയിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് സംസാരിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഡോക്ടർ പറയും ദൂരോട്ടേക്ക്. അപ്പോൾ അതായത് അവൻ്റെ ആ കാസ്റ്റിലാണ്, അവനാണ് ആൾ കല്ലനാണ് എന്നുള്ളത് ആ ഡോക്ടറിന് അറിയാം. അപ്പോൾ നാട്ടുകാർ മൊത്തം എന്തെങ്കിലും പറഞ്ഞോളൂ എന്നുള്ള പേടിയിൽ ഡോക്ടർ പറയും, എൻ്റെ അടുത്തേക്കൊന്നും വരണ്ട, എന്താ സംഭവം എന്തൊക്കെയാണ് സിംറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ പറയും. ഒരു റഫായിട്ടൊരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഈ മരുന്ന് കൊടുത്താൽ മതി. അപ്പോൾ കല്ലൻ പറയും, അങ്ങനെ പറയാതെ ഡോക്ടർ നിങ്ങളൊന്ന് വന്ന് നോക്കിയെങ്കിലും ചെയ്യും പേഷ്യൻ്റ്, എന്നാലും എനിക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറയും, ഈ വരുന്നൊരു പ്രശ്നമില്ല എന്ന് പറയും ഡോക്ടർ. അപ്പോൾ അതിനുശേഷം എന്താ പറയുക, ഞാൻ എൻ്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാം, നിങ്ങൾ ഇവിടുന്ന് നോക്കിക്കൊള്ളുന്നു. അപ്പോൾ ഡോക്ടർ പറയും, അത് തീരും വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ട, എൻ്റെ പണി വരെ പോയി പോകും, നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട, ഈ ടാബ്ലറ്റ് കൊടുത്താൽ അത് ശരിയായിക്കൊള്ളുന്നു പറയും. അങ്ങനെ കല്ലൻ നിരാശനായിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ച് വന്ന് മരുന്നൊക്കെ കൊടുക്കും. മരുന്നൊക്കെ കൊടുത്തിട്ടും ഒരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഈ സുർജ ഈ മേസനെ തെരഞ്ഞു പോയിട്ട് ഒന്നും അറിയാതെ ഇങ്ങോട്ട് തിരിച്ച് ഭയങ്കര ദുഃഖമായിട്ടൊക്കെ വരും. അപ്പോൾ വരുന്ന കാണുമ്പോൾ ഇവരും ടെൻഷനിലാണ്, മോക്ക് ഭയങ്കര പനിയാണ്, സുർജയാണെങ്കിൽ കല്ല് തേക്കാൻ വേണ്ടിയിട്ടുള്ള ആളൊക്കെ തിരയാനൊക്കെ പോയതാണ്. അപ്പോൾ ഇയാളിങ്ങനെ ദുഃഖമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കും, കല്ലൻ എന്ത് പറ്റിയച്ചാണ്? അപ്പോൾ പറയും, എന്ത് പറ്റാൻ, അവനെന്നെ പറ്റിച്ചെന്നാണ് തോന്നുന്നത്, കാരണം അവൻ്റെ ഏതോ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയി, അവൻ ഏതോ ദൂരെ വഴിക്ക് പോയതാണ്, അവൻ ഇനി വരുമോ വരില്ലെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ കല്ലൻ ചോദിക്കും, നിങ്ങൾ എത്ര പൈസ വേണമെങ്കിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞില്ലേനോ? അപ്പോൾ പറയാം, പൈസയൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ എന്താ കാര്യം അവനില്ല, എനിക്ക് തോന്നുന്ന ആരും അവനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, അപ്പോൾ അതിനെ കൊണ്ടാവും നാട് വിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന നേരത്ത് സുർജ ചോദിക്കുക, അല്ല മോക്ക് എങ്ങനെ ഉണ്ട്? അപ്പോൾ മോക്ക് എങ്ങനെ ഉണ്ട് വെച്ചാൽ, മോക്ക് എങ്ങനെ ഉണ്ടാവാനാണ്, നമുക്ക് ഡോക്ടറെ അടുത്ത് എങ്ങനെയും കൊണ്ടുപോയി പറ്റുള്ളൂ, ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ടിരിക്കും, ഇവിടെയുള്ള ഡോക്ടർ ഇങ്ങനെ ഒരു മരുന്ന് തന്നിട്ട് വലിയ മാറ്റമൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ കല്ലനും കല്ലൻ്റെ വൈഫും മോളെ കൂട്ടിയിട്ട് വില്ലേജിലേക്ക് പോകും, അതായത് അടുത്ത് തന്നെ ടൗണിലേക്ക് പോകും. ഈ ടൗണ് കുറച്ച് ഒരു 10-12 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവിടേക്ക് നടന്ന് പോകേണ്ടി വരും, കാരണം വണ്ടിയൊന്നുമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് വെറുതെ പോയിട്ട് ചമാരോട് ചോദിക്കും, നിങ്ങൾ കാളവണ്ടി ഒപ്പിച്ച് തരും, എനിക്കൊന്ന് നാട് വരെ പോകാനാണെന്ന് പറയും. അപ്പോൾ അവർ പറയില്ല, ബലഹാരർക്ക് ഇവിടുന്ന് ആർക്കും കൊടുക്കുന്ന പരിപാടിയില്ല, വണ്ടി ഒന്നുമില്ല, എന്നാൽ എന്താ ചെയ്തോളെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് ഇനിയിപ്പോൾ 10-12 കിലോമീറ്റർ നടന്നു പോകണം, മോളെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അപ്പോൾ അങ്ങനെ ഇവർ നടക്കാൻ തുടങ്ങും, ഒരു തോളത്ത് കയറ്റിയിട്ട് ഇരുത്തിയിട്ട് മോളെ തോളത്ത് കയറ്റിയിട്ട് കല്ലൻ നടക്കാൻ തുടങ്ങും. അപ്പോൾ ഈ മോളിങ്ങനെ സ്ലിപ്പായി കൊണ്ട് നിൽക്കും, അപ്പോൾ പിന്നെയും മേലോട്ട് കയറ്റും. അപ്പോൾ ഈ കല്ലൻ്റെ വൈഫിൻ്റെ പേരാണ് സരോജ്. അപ്പോൾ ഈ സരോജ് മെല്ലെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും, ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും, എന്നിട്ട് അവർ നടക്കാൻ തുടങ്ങും. അപ്പോൾ ഈ സരോജും കല്ലനും മോളെയും കൂട്ടിയിട്ട് വേഗം എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്താനുള്ള തിരക്കിട്ടിട്ട് നടക്കും. അങ്ങനെ നടന്ന് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഏകദേശം എത്താൻ 2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഇട്ടും ബാക്കിയുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കല്ലൻ പറയും, മോക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടിയ മാതിരി ഉണ്ടല്ലോ, ഒന്നും ഒരു അനക്കൊന്നും ഇല്ല, എന്താ സംഭവം എന്ന് നോക്കുന്നു പറയും. അപ്പോൾ കല്ലൻ്റെ വൈഫ് ഇങ്ങനെ മോളൊന്ന് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ മോളാകെ കുഴഞ്ഞിരിക്കുകയാണ്, മോളെ ശരീരത്തിൽ ഒരു അനക്കമില്ല, മോളെ ശരീരം ആകെ തണുത്തും കിടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റി എൻ്റെ മൂക്ക് എന്ന് പറഞ്ഞിട്ട് അവർ കരയാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്ലൻ തിരിഞ്ഞ് നോക്കുമ്പം മോള് ഒരു അനക്കമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ മോള് മരിച്ചു എന്നുള്ളത് മനസ്സിലാവും, മോള് പനി വന്ന് മരിച്ചു എന്നുള്ളത് മനസ്സിലാവുന്ന നേരത്ത് അവൻ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവൻ എന്താ ചെയ്യാൻ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയതുമില്ല,
ഇവിടെ ആണെങ്കിൽ ആരും ഇല്ല, കാരണം അതൊരു റൂറൽ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ ആരും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരാൾ നടന്ന് വരുന്നത് കാണും. അപ്പോൾ അയാളുടെ അടുത്തേക്ക് നോക്കുമ്പോൾ അയാൾ വന്ന് നോക്കും, ഒന്നും മിണ്ടാണ്ട് പോകും. സംഭവം ഇയാൾ ചമാറാണ്, അയാൾ ആ ഗ്രാമത്തിലുള്ള ആൾ തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് അറിയാൻ മതി ഇത് കല്ലനാണെന്നുള്ളത്. ഒന്നും മൈൻഡ് ചെയ്യാണ്ട് അയാൾ അങ്ങോട്ട് പോകും. അപ്പോൾ കല്ലൻ ഇങ്ങനെ ആലോചിക്കും, ഈ കാസ്റ്റ് തന്നെയാണ് എല്ലാം എന്നാണ് തോന്നുന്നത്, ജീവിതമേ കാസ്റ്റിൻ്റെ മേത്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഒരാളെ തിരിഞ്ഞു നോക്കാനും കൂടി ഇല്ല എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യാന്നുള്ളവർ, ഈ ഭാര്യ സരോജാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, ആകെ തളർന്നിരിക്കുകയാണ്. എൻ്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ കുറച്ച് നേരം അവർ ആ റോഡ് സൈഡിൽ ഇരിക്കും. എന്നിട്ട് ഒന്നും ഒരു വഴിയില്ലാന്ന് കാണുമ്പോൾ അവർ മെല്ലെ പിന്നെ വില്ലേജിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും. പിന്നെയും അതേ ചമാറുള്ള വില്ലേജിലേക്ക് തന്നെ റിട്ടേൺ ചെയ്തേ പറ്റുള്ളൂ, കാരണം അവിടെയാണല്ലോ അവർ അച്ഛൻ സുഹൃത്തുള്ളത്. അപ്പോൾ അങ്ങോട്ട് അവർ മെല്ലെ തോളത്ത് കയറ്റിയിട്ട് നടക്കാൻ തുടങ്ങും. അങ്ങനെ നടന്ന് വില്ലേജിൻ്റെ അടുത്തെത്താനാവുന്ന നേരത്ത് സുഹൃജ ദൂരത്ത് നിന്ന് കാണും ആരും നടന്നു വരുന്നുണ്ട്. അപ്പോൾ അവർ തോന്നും അവർ രണ്ടാളായിരിക്കുന്നു. അപ്പോൾ ഓടിച്ചെന്ന് നോക്കും, എന്ത് പറ്റി, എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് ഈ സുഹൃജ നോക്കുമ്പോൾ സലൂനി, അതായത് ഈ മോള് മരിച്ചെടുക്കുന്ന നിലയിൽ കാണുന്നത്. അപ്പോൾ മരിച്ചെടുക്കുന്ന നിലയിൽ കാണുമ്പോൾ അവനും പൊട്ടിക്കരയാൻ തുടങ്ങും സുഹൃജ. അപ്പോൾ ഈ സുഹൃജ കരയണ ഒച്ച കേട്ടിട്ട് ഈ ഒച്ച വിളിയൊക്കെ കേൾക്കുമ്പോൾ ഈ സന്തോ, അതായത് ഈ വീടോടായിട്ടുള്ള സുഹൃജയുടെ മോള് വന്ന് നോക്കും. അപ്പോൾ മോളും കാണും ഈ സലൂനി മരിച്ചെടുക്കുന്നത്. അപ്പോൾ അവളും കരയാൻ തുടങ്ങും. ആകെ ഒരു സിറ്റുവേഷൻ, ഈ ഒച്ചവിളിയൊന്നും കേൾക്കാൻ വേണ്ടി ചമാറുകളാണെങ്കിൽ തിരിഞ്ഞ് നോക്കുന്നില്ല. അപ്പോൾ ഇവർ കുറച്ച് നേരം കാര്യം പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പം കല്ലൻ പറയും, നമുക്കിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ ശരീരം ദഹിപ്പിക്കണം, കാരണം ഇനിയിപ്പോൾ ശവം സംസ്കാരം ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് അതൊരു ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന നേരത്ത് ഇവരെല്ലാവരും കൂടിയും ഈ ശവത്തിനെ ഒരു ശവത്തിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വുഡ് തരും. അപ്പോൾ വുഡ് തരഞ്ഞിട്ട് അവർക്കൊക്കെ കുറച്ച് വുഡാണ് കിട്ടുക. അപ്പോൾ ഈ വുഡ് കുറച്ച് കിട്ടുമ്പോൾ ഈ സരോജ് എന്താ ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ സരോജ് എന്താ ചെയ്യുക, സരോജ് എന്ന് വെച്ചാൽ കല്ലൻ്റെ വൈഫാണെങ്കിൽ കരയുന്നത്, പിന്നെയും ബോധം കെട്ടി വീഴുന്നത്, ഇങ്ങനെ കളിച്ചും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അയാൾക്ക് സുർജയുടെ മോള് വന്നിട്ട് പറയും, നമുക്ക് എന്നാൽ മറ്റേ ചാണകത്തിൻ്റെ കേക്ക് ഉണ്ടാവും, അതിന് നമ്മൾ ഉപ്പിലെ എന്നാണ് ഹിന്ദിയിൽ പറയുക. അപ്പോൾ ഈ ഉപ്പിലെ കൊണ്ടുപോകാൻ, നമുക്ക് എന്തായാലും ബോഡി ദഹിപ്പിക്കണമെങ്കിലും അത്രമാത്രം വുഡ് നമ്മുടെ അടുത്തില്ല, അപ്പോൾ നമുക്ക് ഉപ്പിലെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചാണകത്തിൻ്റെ കേക്ക് മാതിരിയുള്ള സംഭവം എടുത്തിട്ട് കുറച്ച് കൊട്ടയിലിടും. എന്നിട്ട് അതും ഈ കുഞ്ഞിനെ ഒരു തുണീൻ്റെ അകത്ത് പൊതിഞ്ഞിട്ട് അവർ അതെടുത്ത് നടക്കും. അപ്പോൾ അതിങ്ങനെ എടുത്ത് നടക്കുന്ന നേരത്ത് ഇവർ ചമാറയുടെ അടുത്ത് പോയിട്ട് പറയും, ഇങ്ങനെയാണ് എൻ്റെ കുട്ടി മരിച്ചിരിക്കുന്നത്, ഒന്ന് ദഹിപ്പിക്കണം, അപ്പോൾ അത് നിങ്ങളെ സംസ്കാരത്തിനുള്ള ഒരു ഒരുക്കം വേണം, അപ്പോൾ അത് നിങ്ങളെ ശ്മശാനം വേണമെന്ന് പറയും. അപ്പോൾ ചമാറകൾ പറയും, ഞങ്ങൾ ശ്മശാനം അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കത്തില്ല, ഞങ്ങൾ ബലഹാരമാണ്, ഇത് ചമാറകൾക്കുള്ള ശ്മശാനാണെന്ന് പറയും. അതായത് ആ സമയത്ത് പോലും ആ തെണ്ടികളത് നിഷേധിച്ച്. അപ്പോൾ ആ തെണ്ടികളത് നിഷേധിച്ചതിന് ശേഷം പോയിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു വഴിയില്ല, ഇതേ പ്രശ്നം തന്നെയായിരുന്നു നമ്മുടെ കല്ലൻ്റെ അമ്മ മരിച്ചപ്പോഴുണ്ടായിരുന്നത്. അപ്പോൾ കല്ലൻ്റെ അമ്മ മരിച്ചപ്പോഴുള്ള സെയിം സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്ലൻ്റെ അമ്മയും ഒരു ബലഹാരാണല്ലോ, അപ്പോൾ ബലഹാറിനെ അവിടെ ദഹിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ചമാറകൾ ഏറിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നം കാരണം അവർക്ക് 4-5 കിലോമീറ്റർ താണ്ടി പോയിട്ട് വേറൊരു ശ്മശാനത്ത് പോയിട്ട് വേണമായിരുന്നു ദഹിപ്പിക്കാൻ. അപ്പോൾ ആ ശ്മശാനത്തേക്ക് തന്നെ സലൂനിനെയും കൊണ്ടുപോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവർ ഈ വുഡും ഈ ചാണക കഷ്ണവും ഒക്കെ എടുത്തിട്ട് നടക്കാൻ തുടങ്ങും ആ ശ്മശാനത്തേക്ക്. അപ്പോൾ ഈ നടക്കുന്നത് കാണുമ്പോൾ ഈ ചമാറുകളെ വൈഫുകളൊക്കെ മൊത്തം ബിൽഡിങ്ങിൻ്റെ മേലെ കയറി നിന്നിട്ട്, അതായത് റൂഫ് ടോപ്പിൽ നിന്ന് നോക്കി നിൽക്കും ഇവർ നടന്നു പോകുന്നത്. അപ്പോൾ ഈ നടന്നു പോകുന്ന ഈ ഒരു പാർട്ടിനാണ് നമ്മൾ ശവയാത്ര എന്ന് പറയുന്നത്. നമ്മൾ മയ്യത്തൊക്കെ എടുക്കാന്നൊക്കെ പറയുന്നില്ല, നമ്മൾ ഡെഡ് ബോഡി ആയിട്ട് വാക്ക് ചെയ്തിട്ട് എവിടെയാണ് ദഹിപ്പിക്കാനുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു സംഭവത്തിനാണ് നമ്മൾ ശവയാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശവയാത്ര കാണാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും റൂഫ് ടോപ്പിൽ നിന്നിട്ട് അവർ സിമ്പതി കാണിക്കുന്നേ ഉള്ളൂ. അവരെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ചമാറിൻ്റെ വൈഫുകൾക്കും കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും ഒരു ബാരിയർ ഉണ്ട്, അതാണ് ഈ കാസ്റ്റിൻ്റെ ബാരിയർ. ഒരു ബൽഹാറായി പോയല്ലോ എന്നുള്ള ഒരു ബാരിയർ കാരണം മാത്രം അവർക്കൊരു സഹായം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ശവം എടുത്തിട്ട് ഇവർ ശ്മശാനത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സീന് കാണാൻ വേണ്ടിയിട്ട് ഈ നാട്ടുകാർ മൊത്തം കൂടിയിട്ടുണ്ട്, പക്ഷെ ആരും സഹായിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ ഈ ശ്മശാനത്തേക്ക് പോവുകയാണ്. ഈ കുട്ടീനെ തോളത്ത് കയറ്റിയിട്ട് വുഡും ചാണകത്തിൻ്റെ കഷ്ണം എടുത്തിട്ട് ഈ മൊത്തം ബൽഹാറിൻ്റെ ഫാമിലി ശ്മശാനത്തേക്ക് മൂവ് ചെയ്യാണ്. അതാണ് ശവയാത്ര. അതെന്നാണ് നമുക്ക് ചാപ്റ്റർ ശവയാത്ര എന്ന് പേര് കിട്ടുന്നത്. വലിയ അംബേദ്കറുടെ പേരിൽ കുറേ കാസ്റ്റിന് വേണ്ടി ഫ്രീഡം വേണം, കാസ്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രസംഗമൊക്കെ നടത്തിയതൊക്കെ ഈ കല്ലനിങ്ങനെ ആലോചിച്ചെടുക്കും. അതായത് ഇങ്ങനെ ഈ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് കല്ലനിങ്ങനെ ആലോചിച്ചെടുക്കും, ഈ അയ്യോ ഇങ്ങനെയൊക്കെ ഇവർ പറഞ്ഞ് നടന്നതൊക്കെ കള്ളത്തിനാണ്, ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം കളവാണെന്നൊക്കെ ഈ ശവയാത്രയിൽ കൂടെ അവൻ നടന്നു പോകുന്ന നേരത്തെ അവൻ പറയും, ഇങ്ങനെ ആലോചിച്ചെടുക്കും. അപ്പം മെയിനായിട്ട് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പറഞ്ഞു വരുന്നത് നമുക്ക് ഈ കാസ്റ്റ് സിസ്റ്റം ഈ ഇന്ത്യൻ്റെ അകത്ത് പല കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു സംഭവമാണ്. ഈ കാസ്റ്റിൻ്റെ ബേസിസിൽ ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, അതേമാതിരി തന്നെ അവർക്ക് യാതൊരു ഫെസിലിറ്റിയും കൊടുക്കാതിരിക്കുക. അപ്പോൾ അതിപ്പോഴും ചില ഏരിയാസിൽ ഒരു ഇഷ്യൂ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ ബേസിക്കലി അതാണ് കവർ ചെയ്യാൻ നോക്കുന്നത്. സോ ഒരു സാഡ് സ്റ്റോറിയാണ്, പക്ഷേ വളരെ ഡീപ്പ് മീനിങ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കാൻ നോക്കുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും മനസ്സിലാവാത്ത ഏതെങ്കിലും പാർട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഷെയർ യുവർ തോട്ട്സ് ത്രൂ കമൻറ്റ് സെക്ഷൻ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.